നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി വിരമിക്കും എന്നൊരു വലിയ വാർത്ത അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം കളിക്ക് മുമ്പ്, ഫൈനലിന് മുമ്പ്, ലോകകപ്പ് ഫൈനലിന് മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ സ്വകാര്യമായി തൻ്റെ ടീമംഗങ്ങളോട് പറഞ്ഞു, ഇത് താൻ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന അവസാനത്തെ മത്സരമായിരിക്കും, ക്യാമറയില്ലാത്ത സ്ഥലത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അർജൻറ്റീനയിലെ ചില മാധ്യമപ്രവർത്തകർ, മാധ്യമപ്രവർത്തകരും അങ്ങനെയൊക്കെ വാർത്ത നൽകുന്നുണ്ട്. അതേസമയം അർജൻറ്റീനയിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സായ TYC സ്പോർട്സ് എന്ന മാധ്യമ സ്ഥാപനം ഇത്തരം റിപ്പോർട്ടുകളൊന്നും നൽകുന്നില്ല. മെസ്സി അങ്ങനെ സംസാരിച്ചതായോ, ഇത് തൻ്റെ അവസാന മത്സരമായിരിക്കും അർജൻറ്റീനയ്ക്ക് വേണ്ടിയുള്ളത് എന്ന് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സംസാരിച്ചു എന്നൊക്കെയാണ് അഭ്യൂഹങ്ങൾ. അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ചില മാധ്യമപ്രവർത്തകർ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വാർത്തയെ TYC സ്പോർട്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഉടൻ തന്നെ മെസ്സി വിരമിക്കും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ മാധ്യമലോകത്തും പൊതുവായും പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നു. സോഷ്യൽ മീഡിയയിലടക്കം അങ്ങനെ വാർത്ത പ്രചരിക്കുന്നത് വലിയ സംസാര വിഷയമാകുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, മെസ്സി തൻ്റെ അവസാന മത്സരം അർജൻറ്റീനയിലായിരിക്കും കളിക്കുക. രാജ്യത്തിന് വേണ്ടിയുള്ള അവസാന മത്സരം അർജൻറ്റീനയിൽ ആരാധകർക്ക് മുന്നിൽ, തന്നെ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ അവസാന മത്സരം കളിച്ചിട്ടായിരിക്കും അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലും ഒരു ക്ലാരിറ്റി ഒന്നുമില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ലോജിക്കലി അത് വിശ്വസിക്കാനായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. അങ്ങനെ ആകാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഇത്രയും വലിയ ഇതിഹാസം സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ഒരു കളി അവസാനമായി കളിച്ചിട്ട് റിട്ടയർ ചെയ്യാൻ തന്നെയാണ് സാധ്യത, വിരമിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത അഭ്യൂഹങ്ങളാണ്. എന്തായാലും അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്ന് അറിയിച്ചു എന്ന് മാത്രം.